തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ CPM ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി ഹൈബി ഈഡൻ. തീരദേശ മേഖലയിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും വലിയ തോതിൽ മുതിർന്ന പൗരന്മാരും രോഗികളും അംഗപരിമിതരും എല്ലാവരും വന്ന് വോട്ട് ചെയ്യുകയാണ്. പോളിംഗ് ശതമാനം ഉയരുന്നത് എന്നും UDFന് പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്. കള്ളവോട്ട് വ്യാപകമായി നടത്താൻ CPM ശ്രമിക്കുകയാണെന്നും CPMന് BJP ബന്ധം കൂടി ശരിവെച്ചതോടുകൂടി കള്ളവോട്ട് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും ജനങ്ങളുടെ വോട്ട് തേടി ഏതായാലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് ഹൈബിയുടെ പ്രതികരണം. തീരദേശ മേഖലയിലടക്കം കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും വലിയ തോതിൽ മുതിർന്ന പൗരന്മാരും രോഗികളും അംഗപരിമിതരും എല്ലാവരും വന്ന് വോട്ട് ചെയ്യുന്ന പോളിംഗ് ശതമാനം കൂടുന്നത് എപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എറണാകുളത്ത് ജനങ്ങളുടെ ഫീഡ്ബാക്ക് ഈ അവസാന ദിവസം പോലും പോളിംഗ് സ്റ്റേഷനുകളിൽ പോയി ജനങ്ങളെ കാണുമ്പോൾ അവർ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എറണാകുളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ പോകുന്നത്. കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ഞങ്ങൾക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്, വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാ സീറ്റുകളിലും ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നല്ല, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എടക്കോച്ചി അക്കിനാസ് കോളേജിൽ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വോട്ടറുടെ വോട്ട് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് ഏജൻറ്റുമാർ അതിന് പരാതി നൽകിയിട്ടുണ്ട്. വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ നായരമ്പലം പഞ്ചായത്തിൽ ഒരു കള്ളവോട്ട് നടന്നിട്ടുണ്ട്. കള്ളവോട്ട് വ്യാപകമായി നടത്താൻ CPM ശ്രമിക്കുകയാണ്. CPMന് ഇനി BJPയുടെ ബന്ധം കൂടി ശരിവെച്ചതോടുകൂടി ഇനി കള്ളവോട്ട് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ജനങ്ങളുടെ വോട്ട് നേടി ഏതായാലും ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് കള്ളവോട്ട് ചെയ്താലും ബഹുഭൂരിപക്ഷത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എറണാകുളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.